പാർവതി എന്തൊക്കെ ചോദിക്കണമെന്ന് കരുതി അവനോട്. പക്ഷെ അപ്പോഴേക്കും രുദ്രൻ എഴുന്നേറ്റു. എടോ, ആ ചാപ്റ്റർ നമ്മുടെ ലൈഫിൽ ക്ലോസ് ആയി. ഇനി മിത്രം നമുക്കിടയിലില്ല. താൻ പെട്ടെന്ന് റെഡി വാ, നമുക്ക് മാളിലൊന്ന് പോയി കറങ്ങി ഒരു മൂവി കണ്ടിട്ട് ഫുഡും കഴിച്ച് തിരികെ വരാം. പാർവതി ടി വി ഓഫ് ചെയ്തു ബെഡ്റൂമിലേക്ക് നടന്നു. രാത്രിയിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് കരുതിയിരിക്കുകയാണ്. മനസ്സൊന്ന് റിലാക്സ് ചെയ്യാനായിരിക്കും, അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പറയില്ല. മാസങ്ങൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും താലി കെട്ടിയ പെണ്ണല്ലേ. നെടുകുറിപ്പടെ ഓർത്തു പാർവതി. അവൾ ഒരുങ്ങി വരുമ്പോഴേക്കും രുദ്രൻ കയറി വന്നു. ചുരിദാറായിരുന്നു വേഷം. ബനിയനും ട്രൗസറുമാണ് രുദ്രൻ ഇട്ടത്. നടന്നു പോകാമെന്ന് പാർവതിയാണ് പറഞ്ഞത്. അവളുടെ കൈവരിൽ പിടിച്ചുകൊണ്ട് ഓരോന്നും പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് നടന്നവൻ. രുദ്രൻ അറിയുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു മാളിൽ. സംസാരിച്ച് അവരോടൊക്കെ സിനിമയും കണ്ട് ഫുഡും കഴിച്ച് തിരികെ വില്ലയിലെത്തുമ്പോൾ സമയം ഏറെയായിരുന്നു. ഫ്രഷായി നൈറ്റ് ഡ്രസ്സും ഇട്ടു വന്നു പാർവതി. എൻ്റെ പെണ്ണിന് ഉറക്കം വന്നെന്ന് തോന്നുന്നു. അവളെ വാരിയെടുത്തുകൊണ്ട് ബെഡിൽ കിടത്തിക്കൊണ്ട് അവളുടെ മാറിൽ തല വെച്ച് കിടന്നുകൊണ്ട് ചോദിച്ചവൻ. അവൻ്റെ തലമുടിയിൽ വിരലുകൾ കൊണ്ട് തഴുകി തലോടി പാർവതി. ഉറക്കം വരുന്നുണ്ട്, എന്നാലും ഒരു മൂളലോടെ അവനെ ഇറക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു പാർവതി. ആഹാ, അറിയാം അല്ലേ? കള്ളച്ചീരിയോടെ അവളെ മിഴികൾ മാത്രം ഉയർത്തി നോക്കി ചോദിച്ചു അവൻ. ഒന്ന് പോ. നാണം കൊണ്ട് ചുവന്നു അവള്. അവൻ ഉയർന്നു പൊങ്ങി അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. പതിയെ അവൻ്റെ അതരം അവളുടെ കൺപോളകളെ തഴുകി. നാസികത്തുമ്പുരുടെ ഉയർന്നിറങ്ങി ചുണ്ടിൽ അവൻ്റെ അതരത്തിൻ്റെ തണുപ്പ് പടർന്നതും അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് ഇറക്കി പിടിച്ചു. അതരം നുകർന്നുകൊണ്ട് തന്നെ ഒരു കൈ കൊണ്ട് അവളുടെ മുടിയിൽ തലോടിയവൻ. അതരം വിട്ട് അവളുടെ കാതുകളെ ഉമ്മ വയ്ക്കാൻ തുടങ്ങിയവൻ. അവൻ്റെ സഞ്ചാരപാതയ്ക്ക് തടസ്സം തീർത്ത വസ്ത്രത്തിന് മറയൂരി എറിഞ്ഞവൻ. പുളഞ്ഞു പോയവൾ. അവളുടെ ചലനങ്ങൾ ആവേശമുണർത്തിയവനിൽ. ദേവേട്ടാ വിളിച്ചുകൊണ്ട് അവനെ തന്നിലേക്ക് ഒന്നുകൂടി വലിച്ചടിപ്പിച്ചു അവള്. ഇരു കാതുകളെയും ചുംബിച്ചു ഉണർത്തിക്കൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം അമർത്തിയവൻ. അവൻ്റെ പല്ലുകളും ചുണ്ടും അവളുടെ കഴുത്തിൽ അമരാൻ തുടങ്ങി. അവളുടെ മൂളലും ഉയർന്നു. പ്രത്യേക അനുഭൂതി കൊണ്ട് അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. അവളുടെ വിരലുകൾ അവൻ്റെ പുറത്ത് ആഴ്ന്നിറങ്ങി. അവളുടെ ഞരക്കങ്ങളും മൂളലും അവൻ്റെ ആവേശത്തെ ഉണർത്തി. കഴുത്തിൽ നിന്നും മാറിലേക്ക് ഉരസി ഇറങ്ങി അതിരം. എന്തൊക്കെയൊന്നും ഉണഞ്ഞുകൊണ്ട് അവൻ അവളിൽ അലഞ്ഞു നടന്നു. അവൻ്റെ തലമുടിയിൽ വിരൽ കോർത്ത് വലിച്ചു അവൾ. മാറിൽ നിന്നും ഓർന്നിറങ്ങി അവളുടെ വയറിൽ മുത്തമിട്ടപ്പോൾ നടു ഉയർന്ന് പൊങ്ങി അവൾ. നാവിച്ചിഴിയിൽ നാവ് കൊണ്ട് കളം വരച്ചു അവൻ. അവൾ അരക്കിട്ട് ഉയർന്നു പൊങ്ങി. കട്ടിൽ വീലങ്ങനെ കിടത്തി അവളെ അവൻ. അവൻ്റെ നാവ് അവളുടെ തുടയിടുക്കിൽ സഞ്ചരിക്കുമ്പോൾ അവളെ ശീൽക്കാരമുയർന്നു. അവൾ ഉയർന്നു പൊങ്ങി അരക്കെട്ടിൽ പിടിമുറുക്കിക്കൊണ്ട് അവളെ ആഴങ്ങളിൽ അവരെ നാവ് ചലിച്ചു. വേണ്ട, ഇരുവശത്തേക്കും തല വെട്ടിച്ചുകൊണ്ട് പറഞ്ഞവൾ. കുറച്ചുകൂടെ പ്ലീസ്. കാലുകൾ കൂട്ടി പിണച്ചു വെച്ച് കിടക്കുന്നവളെ കൊതിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞവൻ. മതി, തളർന്നു പോകുന്നു, വേണ്ട പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റവൾ. അവൻ്റെ ചുണ്ടുകൾ ആവേശത്തോടെ കഴിച്ചു. അവളുടെ നീക്കം ഒട്ടും പ്രതീക്ഷിച്ചില്ലവൻ. അവളെ ഇറക്കപ്പുണർന്നു അവൻ. ശ്വാസം കിട്ടാതെ അവൻ്റെ ചുണ്ടുകളെ വിട്ടു അവൾ. അവളെ എടുത്തു പൊക്കി ടേബിളിൽ ഇരുത്തിയവൻ. അവൾ വീണ്ടും മലഞ്ഞു നടന്നു അവൻ്റെ അതരം. അനുസരണയില്ലാത്ത കുട്ടിയെപ്പോലെ. ഒടുവിൽ അവളിലേക്ക് പെയ്യാൻ ആർത്തു അവൻ്റെ ഉള്ളം. തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് അവൻ്റെ അരക്കെട്ടിന് ചലനം കൂടുന്തോറും അവൾക്ക് കണ്ണുകൾ മേലോട്ട് മറിഞ്ഞു പോകുന്നത് പോലെ തോന്നി. അവളിലേക്ക് പെയ്തിറങ്ങിയവൻ കിതച്ചുണ്ട് ചുമരിലേക്ക് ചാരി അവൾ. അവളെ പതിയെ ഇറക്കി ചേർത്ത് പിടിച്ച് നെറ്റിയിൽ അതരം പതിപ്പിച്ചുകൊണ്ട് ചോദിച്ചു അവൻ. എൻ്റെ പെണ്ണ് വാടിപ്പോയല്ലേ, നമുക്ക് സ്നേഹിക്കാൻ ഒരു വാവ വേണം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഗുരുവായൂരപ്പൻ നടത്തി തന്നു. ഇത് മാത്രം എന്തോ അങ്ങനെ കണ്ണടയ്ക്കുന്നു. തമാശയോടെയാണ് പറഞ്ഞതെങ്കിലും അവൻ്റെ നെഞ്ചകം മാർത്ത് കരയുന്നത് അറിയാമായിരുന്നു അവൾക്ക്. ഇനി അധികം താമസിക്കേണ്ടി വരില്ല. ഉറപ്പായും ഗുരുവായൂരപ്പൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു പാർവതി. ഞാൻ ബാത്റൂമിൽ പോയി വരാം. നിലത്ത് ചിതറി കിടക്കുന്ന ഡ്രസ്സും എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി അവൾ. ഡ്രാഗ് സ്യൂട്ട് എടുത്തിട്ട് അവളെ കാത്തിരുന്നവൻ. അവൾ ഇറങ്ങി. അവൻ ബാത്റൂമിൽ കയറി തിരികെ വരുമ്പോൾ പാർവതി കിടന്നു കഴിഞ്ഞതും അവളോട് ചേർന്ന് കിടന്നവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചെരിഞ്ഞു കിടന്നവൻ്റെ മാറിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് കിടന്നു പാർവതി. രണ്ടുപേരും മുറുക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ പാർവതി നേരത്തെ എഴുന്നേറ്റു. കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. രുദ്രൻ ഓഫീസിൽ പോകുന്നുണ്ട്. കഴിക്കാനുണ്ടാക്കണം. ആദ്യമായി പുതിയ വീട്ടിൽ പാചകം ചെയ്യുന്ന ഉത്സാഹത്തിലായിരുന്നു അവൾ. ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇടിയപ്പവും മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കിയത്. 2 പേർക്കല്ലേ വേണ്ടു. അരി തിളപ്പിച്ച് ഇറക്കി വെച്ചു. ഉച്ചയാകുമ്പോഴേക്കും ചോറാകും. വിറകടുപ്പ് കത്തിക്കേണ്ടെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു രുദ്രൻ. ഇടിയപ്പവും മുട്ട റോസ്റ്റും പാത്രത്തിലെടുത്ത് ടേബിൾ മൂടി വെച്ച് രുദ്രനുള്ള ചായയുമായി പാർവതി റൂമിലേക്ക് നടന്നു. ചായ ടേബിളിൽ വെച്ചു. ചിലപ്പോൾ കണ്ണടച്ചുകൊണ്ട് തന്നെ ഒരു കെട്ടിപ്പിടുത്തമുണ്ട്. ചായയൊക്കെ തട്ടിത്തൂവും. അതുകൊണ്ട് മുൻകരുതലാണിപ്പോൾ. ചെരിഞ്ഞു കിടന്ന തലയിണയും കെട്ടിപ്പിടിച്ച സുഖമായ ഉറക്കത്തിലാണവൻ. മുഖത്തിൻ്റെ ഒരു വശത്തേക്ക് വീഞ്ഞു കിടക്കുന്ന മുടി മാടി ഒതുക്കി വെച്ച് അവൻ്റെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചവൾ. അവളുടെ അതരത്തിൻ്റെ തണുപ്പ് നെറ്റിയിൽ പതിഞ്ഞപ്പോൾ ചെറുചിരിയോടെ അവൻ ഇടത് കൈ കൊണ്ട് അവളെ തന്റെ ദേഹത്തേക്ക് വലിച്ചു. ഇന്ന് ഓഫീസിൽ പോകണ്ടേ?
എഴുന്നേൽക്ക്, നേരെ ഒത്തിരി കേട്ടോ. അവൻ്റെ നെഞ്ചിൽ മുഖം വെച്ച് കണ്ണുകൾ ഉയർത്തി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞവൾ അവളുടെ മുടിയിൽ കെട്ടിയിരുന്ന തോർത്തഴിഞ്ഞു വീണു. നനവാർന്ന മുടി അവൻ്റെ നെഞ്ചിലാകെ പരന്നു കിടന്നു. ആ കുളിരിൻ്റെ സുഖമൊന്നു വേറെയായിരുന്നു. ഓഫീസിൽ പോകാനൊന്നും തോന്നുന്നില്ല പെണ്ണെ, എനിക്ക് നിന്നെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ തോന്നും. രുദ്രൻ അവളെ നെറ്റിൽ മുത്തമിട്ടുകൊണ്ട് പറഞ്ഞു. അത് ശരി, ബിസിനസ് ഐക്കൺ അവാർഡ് അടുത്ത തവണ വേറെ ആരെങ്കിലും കൊണ്ടുപോകും. ഈ കണക്കിന് പോയാൽ പാർവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്ക് അസ്തമിക്കണം. പുത്തൻപുരയ്ക്കൽ രുദ്രദേവ് ഒരു കാര്യം ഉറപ്പിച്ചിറങ്ങി തിരിച്ചാൽ അത് നേടുന്നത് വരെ അടങ്ങിയിരിക്കില്ല മോളെ. അവളെ നെഞ്ചിലേക്ക് ഒന്നുകൂടി അമർത്തി പിടിച്ചവൻ. ഇനിയും കിടന്നാൽ വൈകും കേട്ടോ, 8 മണിയാകാൻ പോകുന്നു. പാർവതി പറഞ്ഞപ്പോഴാണ് ടേബിളിലിരുന്ന രുദ്രൻ്റെ ഫോൺ ശബ്ദിച്ചത്. ഞാനെടുക്കാം. പാർവതി എഴുന്നേറ്റ് ഫോൺ എടുത്ത്. മഹിയാണ് വിളിച്ചത്. മീറ്റിങ്ങിൻ്റെ കാര്യം പറയാനാകും, പിന്നെ മിത്രയുടെ കാര്യം അറിയിക്കാനും. അറിഞ്ഞെന്ന് രുദ്രൻ പറഞ്ഞു. ഓക്കെ, മീറ്റിംഗ് അറേഞ്ച് ചെയ്തോളൂ. ഷാർപ്പ് 10. രുദ്രൻ ബെഡിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. പാറു, കഴിക്കാൻ എടുത്തു വെക്ക്. പോയിട്ട് അല്പം തിരക്കുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാൻ ഞാൻ ഉണ്ടാകും കേട്ടോ. ഫോൺ ബെഡിൽ വെച്ചിട്ട് വാഷ്റൂമിലേക്ക് കയറിയവൻ. കൂടി കഴിഞ്ഞ് പോകാൻ ഒരുങ്ങി ഇറങ്ങി രുദ്രൻ. കഴിക്കാൻ എടുത്തു വെച്ചിരുന്നു അവൾ. ഒന്നിച്ചാണ് കഴിച്ചത്. പോകുന്നതിന് മുൻപ് അവളുടെ കവളിൽ ഉമ്മ വെച്ചവൻ. പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ ഡോർ ഓപ്പൺ ചെയ്യേണ്ട കേട്ടോ, ലോക്കാക്കിയിരുന്നാൽ മതി. കാറിൻ്റെ കീ എടുത്തിറങ്ങി അവൻ. ഗേറ്റ് തുറന്നു കൊടുത്തു പാർവതി. അവളെ നോക്കി കൈവീശി കാണിച്ചുകൊണ്ട് രുദ്രൻ പോയി. ഗേറ്റ് അടച്ച് തിരികെ വന്ന് വാതിലടച്ച് ലോക്ക് ചെയ്തു. പാത്രങ്ങൾ കഴുകി വെച്ച് വാഷ് ചെയ്യാനുള്ള ഡ്രസ്സ് എടുത്ത് വാഷ് ചെയ്ത് വിരിച്ചിട്ടു. വീടടിച്ചു വാരി തുടയ്ക്കാൻ ചേച്ചി വരുന്നത് കൊണ്ട് അത് ചെയ്തില്ല. കറികൾ ഉണ്ടാക്കാനുള്ള ജോലിയിലായി. പിന്നീട് സാമ്പാറും മെഴുക്ക് പുരട്ടിയും ഉണ്ടാക്കി. പപ്പടം കാച്ചി. അച്ചാർ ഇരിപ്പുണ്ട്. കുറേ കറികൾ തറവാട്ടിലുണ്ടാകുമെങ്കിലും രുദ്രനെല്ലാം കഴിക്കുന്നത് പതിവില്ല. ചിക്കനാണ് കൂടുതൽ താല്പര്യം. പച്ചക്കറി, സാമ്പാറും മോരും കൂട്ടാനും അല്ലാതെ വേറെ കഴിക്കാറില്ല. എന്തെങ്കിലും തോരനും മെഴുക്ക് പുരട്ടിയോ നിർബന്ധമാണ്. പപ്പടവും. ഓഫീസിൽ പോയി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പാർവതി വിളിച്ചവൻ. തനിച്ചാണല്ലോ അവളെന്നൊരു വിചാരമുണ്ടായിരുന്നു അവനും. ഉച്ചയ്ക്ക് അവനെയും കാത്തിരുന്നു അവൾ. 1 മണിക്ക് കൃത്യം വന്നവൻ. ഭക്ഷണം കഴിഞ്ഞ് അല്പസമയം വിശ്രമിക്കുകയും ചെയ്തു. അവൻ ഓഫീസിലേക്ക് പോയപ്പോൾ അല്പസമയം ഉറങ്ങി പാർവതി. 5 മണിയോടെ എഴുന്നേറ്റ് അകവും ഉമ്മറവും അടിച്ചു വാരി മേൽ കഴുകി വിളക്ക് വയ്ക്കുന്ന കാര്യത്തിലേക്ക് കടന്നു. നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ രുദ്രൻ എത്തി. നെറ്റിയിൽ ഭസ്മക്കുറി വരച്ചിരിക്കുന്ന അവളെ കണ്ടപ്പോൾ പ്രത്യേക ഭംഗി തോന്നിയവനും. അവനെ കണ്ടപ്പോൾ പുഞ്ചിരിയോടെ നാമം ചൊല്ലി അവസാനിപ്പിച്ച് എഴുന്നേറ്റു അവളും. ഫ്രഷായി രുദ്രൻ വരുമ്പോഴേക്കും 2 പേർക്കും കുടിക്കാൻ ചായ എടുത്തു. TV കണ്ടുകൊണ്ടാണ് ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് ചായ കുടിച്ചിരുവരും. പുതിയ വീട്ടിലെ ഓരോ ദിവസം അങ്ങനെ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്തു. വിരസമായ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് തുമ്പിമോളുടെ പിറന്നാളും നീതുവിൻ്റെ നിശ്ചയവും കഴിഞ്ഞു. നിശ്ചയം ഒതുക്കത്തിലാണ് കഴിച്ചത്. സിദ്ധുവിൻ്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം. പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി പാർവതി. എന്തോ ഒരു മനം പൊട്ടുന്നത് പോലെയും ചെറിയൊരു തല ചുറ്റുന്നത് പോലെയും തോന്നിയപ്പോൾ അവൾ കിച്ചൺ സ്ലാബിൽ പിടിച്ചു നിന്നു. കണ്ണുകളിലേക്ക് മഞ്ഞ് വെട്ടം വരുന്നത് പോലെയാണ് തോന്നിയത് അവൾക്ക്. ഒപ്പം സ്ലാബിലിരുന്ന പാത്രങ്ങളിൽ കൈ തട്ടി നിലത്തേക്ക് വീഴുകയും ചെയ്തു പാർവതി. വലിയ ശബ്ദത്തിൽ പാത്രങ്ങൾ വീഴുന്ന ശബ്ദം കേട്ടാണ് രുദ്രൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റത്. പറു അലറി വിളിച്ച് അടുക്കളയിലേക്ക് ഓടുമ്പോൾ അവൻ്റെ മനസ്സിൽ പാർവതിക്ക് എന്തോ അപകടം പറ്റിയെന്ന് തന്നെയായിരുന്നു. നിലത്ത് ചെരിഞ്ഞു വീണ് കിടക്കുന്നവളെ വാരിയെടുക്കുമ്പോൾ അവൻ വിളിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ഇരു കൈകളിലും കുഴഞ്ഞു കിടക്കുന്നവളെ സോഫയിൽ കൊണ്ടൊക്കെടുത്ത് ടേബിളിരുന്ന വെള്ളം ജഗ്ഗെടുത്ത് മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു. പറു, കണ്ണു തുറക്ക് പറു. കൺപോളകൾ വലിച്ചു തുറന്നു പാർവതി. നോക്കി തനിക്ക് മുന്നിൽ കണ്ണ് നിറച്ചു നിൽക്കുന്നവനെ. ഏയ് എന്താ ദേവേട്ടാ, എനിക്കൊന്നുമില്ല, ചെറിയൊരു തലചുറ്റൽ പോലെ. ഇരിക്കാൻ നോക്കുമ്പോഴേക്കും വീണുപോയി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചവള്. വേണ്ട വേണ്ട, എഴുന്നേൽക്കണ്ട, കിടന്നോ, ഞാൻ ഡോക്ടറെ വിളിക്കാം. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഫാമിലി ഡോക്ടർ റബിയ. അതിന് മാത്രം ഒന്നുമില്ല ദേവേട്ടാ, വെറുതെ എന്തിനാ ഡോക്ടറെ വിളിക്കുന്നത്? ബ്ലഡ് കുറവിൻ്റെ എങ്ങാനും ആയിരിക്കും, ഞാൻ ചായ എടുക്കാം പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു. അപ്പോഴും ചെറിയൊരു തലചുറ്റൽ അനുഭവപ്പെട്ടു. പരീക്ഷണത്തിന് നിൽക്കാതെ അവൾ വേഗം സോഫയിൽ തന്നെ ഇരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് ഡോക്ടറെ വിളിക്കട്ടെ? എഴുന്നേൽക്കണ്ട, ഇവിടെ ഇരുന്നാൽ മതി കേട്ടോ, ഫോൺ എടുത്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് വേഗം മുഖം അമർത്തി തുടച്ചിൻ്റെ റൂമിലേക്ക് ഓടിയവൻ. മിനിറ്റ് നേരം കൊണ്ട് ഫോൺ എടുത്തിട്ട് വന്നിട്ട് ഡോക്ടറെ വിളിച്ചു. ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു ഡോക്ടർ റാബിയ. 5 മിനിറ്റിനുള്ളിൽ എത്താമെന്ന് പറഞ്ഞ് ഡോക്ടർ. താൻ ഈ വെള്ളം കുടിക്കുക, ഞാനിപ്പോൾ വരാം, ഒന്ന് ബ്രഷ് ചെയ്യട്ടെ. ഡോക്ടർ വരുമ്പോഴേക്കും എഴുന്നേൽക്കണ്ട, അവിടെ തന്നെ ഇരുന്നാൽ മതി കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അവൾക്ക് കൊടുത്തുകൊണ്ട് തിടുക്കത്തിൽ വാഷ്റൂമിലേക്ക് പോയവൻ വേഗം ബ്രഷ് ചെയ്ത് ഇറങ്ങി മുടിയും ഒന്ന് ഒതുക്കി വരുമ്പോഴേക്കും ഡോക്ടർ കാർ ഗേറ്റിനരികെത്തിയിരുന്നു. വേഗം പോയി ഗേറ്റ് തുറന്നു കൊടുത്തവൻ കാർ മുറ്റത്തേക്ക് കയറ്റി ഒതുക്കി നിർത്തി ഡോക്ടർ ഇറങ്ങി തൻ്റെ ബാഗും എടുത്തുകൊണ്ട്. എന്താ രുദ്രദേവ് സംഭവിച്ചത്? അകത്തേക്ക് കയറുന്നതിന് മുൻപ് ഡോക്ടർ ചോദിച്ചു. അറിയില്ല, രാവിലെ കിച്ചണിൽ കയറിയതാണ് പാർവതി, പെട്ടെന്നൊരു തലചുറ്റൽ.
ഞാൻ ഓടി വരുമ്പോൾ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. സോഫയിൽ കൊണ്ട് കിടത്തി മുഖത്ത് വെള്ളം തളിച്ചപ്പോൾ എഴുന്നേറ്റു. വീണ്ടും എഴുന്നേറ്റപ്പോൾ തലചുറ്റലുണ്ട്. എന്താ ഉണ്ടായതെന്ന് അറിയില്ല. ഡോണ്ട് വറി, നമുക്ക് നോക്കാം. ചിരിച്ചുകൊണ്ട് ഡോക്ടർ റാബിയ ഹാളിലേക്ക് കയറി. സോഫയിൽ ഇരിക്കുകയായിരുന്നു പാർവതി. അവരെ കണ്ടപ്പോൾ എഴുന്നേറ്റും. വേണ്ട വേണ്ട, ഇരുന്നോളൂ. അവളെ പൾസ് നോക്കി ഡോക്ടർ. ഒന്ന് ബെഡിൽ കിടക്കണം. ഡോക്ടർ പറഞ്ഞപ്പോൾ അടുത്ത മുറിയിലേക്ക് നടന്നു പാർവതി. രുത്തൻ അവളെ പിടിച്ചിട്ടുണ്ട്. വീണെങ്കിലും എന്ന് കരുതിയിട്ടുണ്ട്. പാർവതിയുടെ നെഞ്ചിൽ സ്റ്റെതസ് വെച്ച് നോക്കി വയറിലും. ഡോക്ടറെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ലാസ്റ്റ് പിന്നെ എന്താണ് കണ്ടത്? ഡോക്ടർ ചോദിച്ചപ്പോഴാണ് കഴിഞ്ഞ മാസം തനിക്ക് പീരീഡ് ആയിട്ടിരുന്ന പാർവതി ഓർത്തത്. കൃത്യമായി ഡേറ്റ് ഓർത്തെടുത്തു പാർവതി. നീതുവിൻ്റെ നിശ്ചയവും മറ്റുമായി തിരക്കിലായിരുന്നല്ലോ. പിന്നെ വീടും അറിയതിൻ്റെതായ തിരക്കും. ഈ മാസവും ഡേറ്റ് തെറ്റിയിരിക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു സന്തോഷം കൊണ്ട്. കൃത്യമായി പറഞ്ഞാൽ 15-ാം തീയതി, അതായത് മറ്റന്നാളേക്ക് 2 മാസമായി പീരീഡ് കണ്ടിട്ട് എന്ന് സാരം. അതെ, ഈ വീട്ടിൽ വന്നതിന് ശേഷം പീരീഡ് കണ്ടിട്ടില്ല. ഓർത്തെടുത്ത രുദ്രനും അതിശയും ആഹ്ലാദവും എല്ലാം ഉണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിൽ. അപ്പോൾ പുതിയ വീട്ടിലേക്ക് വന്നിട്ടാവാം ജൂനിയറുടെ എൻട്രി നീശ്വരൻ കരുതി കാണും. ഹാപ്പി ന്യൂസ്, നിങ്ങൾക്കിടയിലേക്ക് ഒരാൾ കൂടി വരാൻ പോകുന്നു. ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്ടർ പുഷ്പലതയുണ്ട്, നമ്പർ 1 ഗൈനക്കോളജിസ്റ്റ്. ഞാൻ പുഷ്പലതയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു തൻ്റെ പാർവതിയുടെ കേസ്. എന്തായാലും 2 മാസമായി സ്ഥിതിക്ക് വൈകണ്ട. പുഷ്പയോട് ഞാൻ പറയാം, താൻ പാർവതിയും കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക്. 9 മണിക്ക് തുടങ്ങും മോപ്പി. ഡോക്ടർ ബാഗിലേക്ക് സ്റ്റെതസ് എടുത്ത് വയ്ക്കേണ്ടതിൽ പറഞ്ഞു. ഇപ്പം തന്നെ വന്നേക്കാം. നിറഞ്ഞ കണ്ണുകൾ പുറം കൈ കൊണ്ട് തുടച്ചു പറഞ്ഞിരുന്നേ. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. 1 മിനിറ്റ് ഡോക്ടർ. സന്തോഷം കൊണ്ട് ഞാനത് മാറുന്നു. ഡോക്ടർക്ക് ഫീസ് കൊടുക്കാൻ അകത്തേക്ക് പോകാനിടയ്ക്ക് ഡോക്ടർ അവനെ തടഞ്ഞു. അതൊന്നും വേണ്ട, എന്തായാലും ചിലവുണ്ട് കേട്ടോ. പാർവതിയുടെ കവിളൊന്ന് തട്ടിയിട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഡോക്ടർ റാബിയ. അവിടെ കാർ ഗേറ്റ് കടന്നു പോയപ്പോൾ രുദ്രൻ തിരിഞ്ഞോടി പാർവതിയുടെ അടുത്തേക്ക്. ബെഡിൽ എഴുന്നേറ്റിരിക്കുകയായിരുന്നു അവളെ എടുത്തുയർത്തി വട്ടം കറക്കിയവൻ. അവൻ്റെ കഴുത്തിൽ 2 കൈകളും കൊണ്ട് അമർത്തി പിടിച്ച പാർവതി. സന്തോഷമായില്ലേ ദേവേട്ട, നമ്മുടെ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കേട്ടു. എന്നാലും ഈ ഡേറ്റ് ഞാൻ എങ്ങനെ മറന്നു എന്നാണ് എനിക്കിപ്പോഴും അതിശയായി തോന്നുന്നത്. ചിലപ്പോൾ ഇങ്ങനൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഈ ഭഗവാൻ തന്നെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതായിരിക്കാം. എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. ഡോക്ടറെ കണ്ടിട്ട് വേണം എല്ലാവരെയും വിളിച്ചറിയിക്കാൻ. പുത്തൻപുരയ്ക്കൽ തറവാട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുന്ന വിവരം. അവളുടെ 2 കവിളിലും നെറ്റിയിലും ഉമ്മ വെച്ചവൻ. അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നവൾ. അവളുടെ 2 കവിളുകളിലും ചുവപ്പുരാശി പടരുന്നത് കണ്ടവൻ. കുറച്ചു നേരം കൂടി കിടന്നു. ചായ കുടിക്കണമല്ലോ. പറഞ്ഞു തന്നാൽ മതി, ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്നെ ആ സ്ലാബിൽ ഇരുത്തിയാൽ മതി, ഞാൻ ഇട്ടോളാം ചായ. വെറുതെ അറിയാത്ത പണിക്ക് നിൽക്കണ്ട. പാർവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒടുവിൽ അവളെ നിർബന്ധപ്രകാരം സഹിക്കാൻ വയ്യാതെ അവളെ കിച്ചൺ സ്ലാബിലിരുത്തി. അവൻ തന്നെ ചായക്ക് വെള്ളം വെച്ചു. പാലും പഞ്ചസാരയും അവൾ പറഞ്ഞത് പ്രകാരം ഇട്ടു. ചായ ആറ്റിയെടുത്ത് അവൾക്ക് ആദ്യം കൊടുത്തു. അവനും എടുത്തുകൊണ്ട് അവൾ അരികിൽ കയറിയിരുന്നു. ഡോക്ടറെ കണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇനി എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെന്നറിയാലോ, രുദ്രൻ പറഞ്ഞു. ഡ്രസ്സ് മാറ്റാനും മറ്റും അവൻ കൂടെ നിന്നു. അവളെ 8:30 ആകുമ്പോഴേക്കും മുറി ഇറങ്ങി അവർ കൃത്യസമയത്ത് ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ റാബിയ പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ പേര് പറയേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. ഫയലെടുത്ത് കൗണ്ടറിൽ നിന്നും നേഴ്സ് അവരെ ഗൈനക്കോളജിസ്റ്റ് വാർഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രഷറും വെയിറ്റ് ചെക്ക് ചെയ്തു. ഡോക്ടർ റൂമിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ബെഞ്ചിലിരുത്തി. ആ പെണ്ണിയുടെ റൂമിലേക്ക് കയറിപ്പോയി. ടോപ്പ് നമ്പർ 3 വിളിക്കുക കേട്ടോ. പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റർ പോയി. പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ അടുത്ത ഒരാളെ കൂടി വിളിച്ചതിന് ശേഷം പാർവതിയെ വിളിച്ചു. പാർവതിയും രുദ്രനും ഒന്നിച്ചു കയറി. ഡോക്ടർ റാബിയ പറഞ്ഞതും പാർവതി രുദ്രദേവല്ലേ? അവരെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് ഡോക്ടർ ചോദിച്ചു. അതെ, ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു പാർവതി. നല്ലൊരു മുഖസ്ഥിര ഡോക്ടർ. 50-55 വയസ്സ് തോന്നിക്കും. ഡോക്ടർ ചിരി കണ്ടാൽ തന്നെ അസുഖം മാറും. അത്രയ്ക്കും മനോഹരമായി പുഞ്ചിരി. വിശദമായി വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. എക്സാമിൻ ടേബിൾ പാർവതിക്കെടുത്ത് ചെക്ക് ചെയ്തു ഡോക്ടർ. വരൂ. കൈ കഴുകി ഡോക്ടർ സീറ്റിലിരുന്നു. ചുരിദാറിൻ്റെ ടോപ്പ് ശരിയാക്കിക്കൊണ്ട് പാർവതിയും തൻ്റെ സീറ്റിലിരുന്നു. കാര്യമാണ് കേട്ടോ, കൺഗ്രാജുലേഷൻസ്. ഇരുവരെ നോക്കി ഡോക്ടർ പുഷ്പലത പറഞ്ഞപ്പോൾ രുദ്രൻ പാർവതിയുടെ മടിയിൽ വെച്ചിരുന്ന ഇടത് കൈയിൽ പിടിച്ചു. യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് എഴുതുന്നുണ്ട്. ചെക്ക് ചെയ്ത് വന്നിട്ട് മെഡിസിൻ എഴുതാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയൊരു തലചുറ്റൽ അനുഭവപ്പെടാം. വോമിറ്റിംഗ് ടെൻഡൻസിയും ഉണ്ടാകും. എഴുന്നേൽക്കുമ്പോൾ ഒരു വശം ചെരിഞ്ഞ് എഴുന്നേൽക്കുക. എഴുന്നേറ്റ ഉടനെ നടക്കാതെ അല്പസമയം ഇരുന്നിട്ട് നടക്കുക. 3 മാസം വരെ ചിലരിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. 3 മാസം വരെ നന്നായി കെയർ ചെയ്യണം. ഭാരമുള്ളതൊക്കെ എടുക്കുന്നത് ഒഴിവാക്കണം. വീഴാതെ സൂക്ഷിക്കണം. ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വന്നിട്ട് പറയാം ബാക്കി. റൂമിൽ നിന്ന് സിസ്റ്ററോട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവരെ പറഞ്ഞു വിട്ടു. എല്ലാ ടെസ്റ്റും ചെയ്യാൻ കൊടുത്തിട്ട് ഹോസ്പിറ്റലിനടുത്തുള്ള ഹോട്ടലിൽ പോയി പാർവതിക്ക് മസാല ദോശ ഓർഡർ ചെയ്ത രുദ്രൻ ഗർഭിണികളുടെ ദേശീയ ആഗ്രഹത്തിലൊന്നും. അവിടെ ഇരുന്ന് ആദ്യം അവൻ വിളിച്ചത് ആശമ്മയാണ്. പുത്തൻപുരയ്ക്കൽ തറവാട്ടിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോകുന്ന വിവരം അറിഞ്ഞപ്പോൾ സന്തോഷമായി എല്ലാവർക്കും.
വല്യമ്മയും മാമയും വിളിച്ചു പറഞ്ഞു. രുദ്രൻ തന്നെ എല്ലാവർക്കും സന്തോഷ വാർത്തയായിരുന്നു പാർവതി വിശേഷം അറിയിച്ചത്. റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചെന്നു അവർ. ബ്ലഡ് ലേശം കുറവുണ്ട്, മെഡിസിൻ എഴുതുന്നുണ്ട്. അടുത്ത മാസം ഇതേ ഡേറ്റിന് ചെക്കപ്പിന് വേണം, സ്കാനിങ് ചെയ്ത് നോക്കണം. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ഡോക്ടർ മരുന്നിൻ്റെ സ്ലിപ്പ് പാർവതിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും പുത്തൻപുരികൾ തറവാട്ടിൽ നിന്ന് എല്ലാവരും എത്തി മധുര പലഹാരങ്ങളും വാങ്ങിക്കൊണ്ട്. മോളെ, പാർവതിയുടെ നെറ്റിയിൽ മുത്തിയ അച്ഛമ്മ. ആദ്യം മധുരം അവളുടെ വായിൽ വെച്ച് കൊടുത്തു അവൾ. അവിടെ ആഹാരമൊന്നും വയ്ക്കാത്തത് കൊണ്ട് ഫുഡ് ഓർഡർ ചെയ്ത് രുദ്രൻ എല്ലാവരും ഫുഡ് കഴിച്ചാണ് മടങ്ങിയത്. അച്ഛമ്മയെ നിർബന്ധിച്ച് അവിടെ നിർത്തി രുദ്രൻ. 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് സരസ്വതിയമ്മയും അവിടെ നിന്നും പാർവതിക്കൊരു സഹായമായിട്ട്. അച്ഛമ്മയുടെ നിർബന്ധമായിരുന്നു അത്. പാർവതി നിരസിച്ചില്ല. പ്രായമായ ഒരാൾ വീട്ടിലുണ്ടാകുന്നത് നല്ലതാണെന്ന് അവൾക്കും തോന്നിയതും സന്തോഷത്തിന് നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്.